സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കാൻ ഒരു മണിക്കൂർ കൂടി മാത്രം ബാക്കി നിൽക്കുകയാണ്. പുതിയതായി സോഷ്യൽ മീഡിയയിൽ തീ പിടിപ്പിച്ചിരിക്കുകയാണ് ഒരു കമൻറ്റ്. വേറെ ഒന്നുമല്ല, സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ നിന്നും സംസ്ഥാന സാഹിത്യ അവാർഡുകളിൽ നിന്നും രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പരമോന്നത ബഹുമതി വരെ ലഭിച്ചവർ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ എന്നുള്ള ചോദ്യം. എന്താണേലും അത് യൂത്തിന് കൊടുക്കണമെന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ ചോദിച്ചു വരുന്നു. ഇതിപ്പോൾ സ്ഥിരം ഒരു പല്ലവി തന്നെയാണ്, വേറെ ഒന്നുമല്ല. മമ്മൂട്ടിക്ക് എപ്പോഴെങ്കിലും അവാർഡിന് അർഹമാണോ, അന്നേരം പൊട്ടിപ്പുറപ്പെടുന്ന ആദ്യത്തെ ഒരു കാര്യമാണ്. പലപ്പോഴേ നമ്മളിത് കാണാറുണ്ട്. പലപ്പോഴും ജൂറി അംഗങ്ങൾ പോലും അവരുടെ കൃത്യമായിട്ടുള്ള പണിയെടുക്കാത്ത കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന വേളയിൽ പോലും മലയാളത്തിൽ നിന്ന് പോയ ജൂറി മെമ്പർ പറഞ്ഞത് മമ്മൂട്ടിയുടെ ഒരു പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിന് ലാഗ് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ബാക്കിയെല്ലാം തികഞ്ഞിരുന്നു, പക്ഷേ ആ ഒരു ലാഗ് കാരണം ശ്രദ്ധ പോയി. അതുകൊണ്ട് ആ ഒരു സിനിമ നാഷണൽ അവാർഡിൽ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. തന്നിരിക്കുന്ന പണി മുഖം നോക്കാതെ ചെയ്യാനുള്ള ധൈര്യം കാണിക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാം നല്ലതാകുമെന്നുള്ളതാണ്. ഇവിടെ ഒരു ചോദ്യം തന്നെയാണ്. വൻവൃക്ഷങ്ങൾ മുന്നിൽ നിന്ന് മാറിക്കൊടുക്കണം. പത്മശ്രീയും പത്മഭൂഷണവും ദാദാസാഹേബ് ഫാൽക്കെയും ഒക്കെ കിട്ടിയവർ തങ്ങളുടെ പേര് ഇനി പ്രാദേശിക മത്സരങ്ങളിൽ പരിഗണിക്കേണ്ടതില്ലെന്ന് പറയണം എന്നൊക്കെ പറയുന്നു. ഇത് ഒരു കാര്യം ആലോചിക്കുക, ഇത് നടക്കുന്നത് കബഡി കളിയോ അല്ലെങ്കിൽ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ പണ്ട് ക്രിക്കറ്റ് കളിച്ചിരുന്നവർ ജൂറി അംഗങ്ങളായി വരുന്ന പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയിൽ വരുന്നത് അല്ല. മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ 50 വർഷത്തോളം കഷ്ടപ്പെട്ട് ഒരേ കാര്യത്തിൻ്റെ പുറകിൽ ബാക്കിയുള്ളവരൊക്കെ സിനിമാ തിയേറ്ററിൽ നിന്ന് കൈയടിക്കുമ്പോൾ രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് അഭിനയിച്ച് തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് എത്തുന്നത്. അവർ ആ റേഞ്ചിലേക്ക് അഭിനയിച്ചെത്തുമ്പോൾ പുതുതലമുറയ്ക്ക് അത് എത്താൻ കഴിയാത്തത് അവരുടെ കുഴപ്പവുമല്ല. പ്രേം നസീറും സത്യനും അല്ലെങ്കിൽ അതേപോലെയുള്ള വമ്പൻ നടന്മാരുള്ള സമയത്താണ് മമ്മൂട്ടിയും മോഹൻലാലും വന്നതെന്ന് ഓർക്കുക. ആ ഒരു തുടക്കത്തിൽ തന്നെ അവർ ആ മത്സരത്തിൽ വിജയിച്ചും തുടങ്ങി. 81-ൽ മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് നേടാൻ കഴിഞ്ഞു. 84-85-ൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും നേടാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ കഴിവ് കൊണ്ടാണ് അവർ അന്നൊക്കെ അങ്ങനെ വന്നത്, അല്ലാണ്ട് മാറിക്കൊടുത്തിട്ടല്ല എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ഇവിടെ മമ്മൂട്ടിക്കൊരു അവാർഡ് വരുമ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെയുണ്ട്. അടുത്ത വർഷം ഇനി മോഹൻലാലിനോ വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇവിടെ അടച്ചു പറഞ്ഞിരിക്കുന്നു, മമ്മൂട്ടിയും മോഹൻലാലിനെയും തന്നെയാണ് മാറ്റി നിർത്തണമെന്ന് പറയുന്നത്. അങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. മമ്മൂട്ടി പിള്ളേരും മോഹൻലാൽ പിള്ളേരുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെളി വാരി എറിയുകയും കളിയാക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യും. അത് അവർ ആരാധന മൂത്താണ്. പക്ഷേ ഇവർക്കറിയാം, നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു കാര്യം വരുമ്പോൾ അവർക്ക് അതിനകത്തിലൊന്നും മാറ്റമൊന്നുമില്ല. ഒന്നെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ നന്നായി ചെയ്യുന്നവർക്ക് കൊടുക്കുക. അത് ജനങ്ങളുടെ വിലയിരുത്തലാണ്. എപ്പോഴും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ചീത്തയും ബഹളമൊക്കെ പറഞ്ഞ് നടക്കുന്നെങ്കിൽ പോലും അവർക്കൊക്കെ ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയാൻ കഴിയും. വേറൊന്നുമല്ല, അവരുടെയൊക്കെ മനസ്സിൽ നന്നായി അഭിനയിക്കുന്നവർക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അതിന് ഇച്ചിരി സ്വാർത്ഥതയുടെ പക്ഷം മാത്രമേ ഉള്ളൂ. തനിക്കിഷ്ടപ്പെട്ട നടന് ലഭിക്കണമെന്നുള്ളത്, അല്ലാതെ വേറെയൊന്നുമില്ല. വെറുതെ സോഷ്യൽ മീഡിയയിൽ പ്രശസ്തരാവാൻ വേണ്ടി പലർക്കും ഇങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ അവരവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ആർക്കും അങ്ങനെ ഒരു ചിന്തയെ ഉണ്ടാകില്ല എന്നുള്ളതും. എന്തായാലും ഇക്കുറി അവാർഡിന് ഏറെ അർഹൻ ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും അർഹരാണ്. പക്ഷേ അതിൽ മുന്നിൽ നിൽക്കുന്നത്, അതായത് 100-ൽ മാർക്കിടുമ്പോൾ 100-ൽ 100 മേടിച്ചിരിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട് 80-ഉം 70-ഉം 85-ഉം മേടിച്ചവരൊക്കെ ഉണ്ട്. എന്തിന് വലൈക്കോട്ടെ വാലിബനിലെ അഭിനയം പോലും പലരും കൊള്ളില്ല എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ പോയി പണി നോക്കണേ എന്നാണ് പറയാനുള്ളത്. കാരണം അതിഗംഭീരമായിട്ടാണ് മോഹൻലാൽ അതിനകത്തിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷേ മോഹൻലാലിൻ്റെ കയ്യിൽ കിട്ടിയ ക്യാരക്ടർ അതിഗംഭീരമാണ്. പക്ഷേ മമ്മൂട്ടി ചെയ്ത കൊടുമൺ പോറ്റിയ അല്ലെങ്കിൽ ചാത്തനെ വെല്ലുവിളിക്കാൻ തക്ക ഒരു ക്യാരക്ടറും ഉണ്ടായിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ പുറത്തിരുന്ന് കൊഞ്ഞനും കുത്താനും ഗാലറിയിലിരുന്ന് കയ്യടിക്കാനും കൂവാനുമൊക്കെ പലർക്കും കഴിയും. കളത്തിലിറങ്ങി 50 വർഷം ഇതേപോലെ പണിയെടുത്ത് ചെയ്യുമ്പോൾ ആർക്കും അതിന് എളുപ്പമല്ല എന്നുള്ളതും അറിയാം. പോസ്റ്റ് കോവിഡിന് ശേഷം മമ്മൂട്ടി ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാം, തൻ്റെ സമകാലീനരും തൻ്റെ താഴെയുള്ളവരും തന്നെക്കാൾ പ്രായം കുറഞ്ഞവരുമായിട്ടുള്ള നടന്മാർ എത്രത്തോളം അവർക്കും സമയം കിട്ടിയതാണ്. അവരെയും ആരും കയ്യിൽ പിടിച്ച് മാറ്റുന്നില്ല. അവരുടെ അഭിനയം നല്ലതാണെങ്കിൽ കൂടുതൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ അങ്ങനെ ആർക്കും വ്യക്തി വിരോധമോ വ്യക്തി ഭിന്നതകളോ ഒന്നുമില്ല. ജനങ്ങൾക്ക് നല്ല സിനിമയ്ക്ക് കിട്ടണം. കുറച്ച് ആകെയുള്ളത് സ്വാർത്ഥത, അവനവൻ്റെ ഇഷ്ടമുള്ള നടന് കിട്ടണമെന്നുള്ളതിൽ മാത്രമാണ്. ഇന്ന് പല കാര്യങ്ങളും പ്രഹസനങ്ങൾ മാത്രമായിരിക്കുന്നു. എന്തിനേറെ നമ്മൾ ക്രിക്കറ്റിലെ കാര്യങ്ങൾ എടുത്തൊന്ന് നോക്കാം. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പണ്ട് ഒരു ബാറ്റ് കൊള്ളിക്കാൻ കഴിയാത്തവനൊക്കെ ജൂറി ചെയർമാൻ, ഈ പറഞ്ഞ പോലെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി ഇരുന്നിട്ട് പിന്നീട് വന്ന് കളിക്കുന്ന പിള്ളേരെ കണ്ടു കഴിയുമ്പോൾ അവൻ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, ഞാനായിരുന്നുവെങ്കിൽ ഇങ്ങനെയായിരുന്നു. ഏകദേശം ഒരു ക്രിക്കറ്റ് മാച്ച് തോപ്പിച്ച ഗവാസ്കർ, 36 റൺ എടുത്ത ഗവാസ്കർ, ഒന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ അത്ര നാണക്കേടുണ്ടാക്കിയ അദ്ദേഹം ഇന്ന് പല
കളിക്കാരെയും വിലയിരുത്തുന്നത് കാണുമ്പോൾ ലജ്ജാവഹം എന്ന് തന്നെ പറയാനുള്ളൂ. എന്താണെങ്കിലും അതുപോലെ തന്നെയാണ് ഇന്ന് മലയാളത്തിലും അല്ലെങ്കിൽ അവാർഡ് നിർണ്ണയത്തിൽ മലയാളത്തിൽ മാത്രമല്ല ദേശീയ പുരസ്കാരത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, ഈ ഒരു അവാർഡ് വരുമ്പോൾ അവർക്കറിയാം ഏറ്റവും നന്നായിട്ട് ഇന്നും ഇന്ത്യയിൽ അഭിനയിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ്. അവരെപ്പോഴൊക്കെ മത്സരിക്കുന്നു അപ്പോഴൊക്കെ അവർക്ക് വിജയിക്കാം. പലവട്ടം പലകുറി ഇവരെ സംസ്ഥാന ദേശീയ അവാർഡുകളിൽ നിന്നും മാറ്റി നിർത്തി കള്ളക്കഥകൾ ഉണ്ടാക്കി കള്ളക്കോലുകൾ മെനഞ്ഞ് അവരെ മാറ്റി നിർത്തി. ഇക്കുറിയും അത് ചെയ്യാമെന്നുള്ള മനസ്സ് വേണ്ട. കാരണം 55ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് അത് മമ്മൂട്ടിക്കുള്ളതാണ്. കാരണം അത്ര ഗംഭീരമായിട്ടാണ്, അവിടെ മമ്മൂട്ടിക്കല്ല നമ്മൾ പറയുന്നു, അത് കൊടുമൺ പോറ്റിക്കും ചാത്തനുമുള്ളതാണ്. അത്ര ഗംഭീരമായിട്ടാണ് ആ ഒരു പെർഫോമൻസിൽ വന്നത്. അവിടെയൊന്നും ഒരു മമ്മൂട്ടി എന്ന വ്യക്തിയെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. മമ്മൂട്ടി ചെയ്ത പോസ്റ്റ് കോവിഡ് കാലത്തെ ചിത്രങ്ങളിലൊന്നും തന്നെ മമ്മൂട്ടി എന്ന നടനെ കാണാനില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും മികച്ച് തന്നെ വരുന്നു. ആസിഫും മികച്ച രീതിയിൽ അഭിനയിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. 4ഓളം ചിത്രങ്ങൾ അതിഗംഭീരമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ടോവിനോയും മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വിജയരാഘവൻ അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ മികവിൻ്റെ മുകളിൽ തന്നെയാണ് കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം. മലൈക്കോട്ടെ വാരിവനിലെ മോഹൻലാലിൻ്റെ പ്രകടനം അസാമാന്യം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാനുള്ളത്. പക്ഷേ അതിൻ്റെയും മുകളിലാണ് ഈ ഒരു കൊടുമൺ പോറ്റിയുടെ വരെ. അതുകൊണ്ട് തന്നെ അർഹിക്കപ്പെട്ട കൈകളിലേക്ക് കൊടുക്കാം. ഇനി നായികയാണെങ്കിൽ ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള സിനിമയിലെ നായികയ്ക്ക് തന്നെ കൊടുക്കണം. അത്ര ഗംഭീരമായിരുന്നു അവരുടെ പെർഫോമൻസ് എന്നുള്ളതെന്ന് നമുക്ക് പറയാം. എന്താണേലും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടെ ജനങ്ങൾ വിലയിരുത്തുന്ന അവാർഡിന് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് നമുക്കൊരു വലിയ സംഭവമാകാൻ വേണ്ടി പലർക്കും ഇങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ ചെയ്താലോ ഞാൻ ചെയ്താലോ കത്തിയെന്ന് വരില്ല. പക്ഷേ ഇച്ചിരി പ്രശസ്തരായ ആരെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അവിടെ നിങ്ങളോടൊരു ചോദ്യവും കൂടി വരികയാണ്, മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ ഇങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ പടച്ചുവിടുന്നത് പോലെയോ അഭിനയ പുരസ്കാരങ്ങളിൽ നിന്ന് മാറേണ്ട കാര്യമുണ്ടോ? കാരണം ഒരു വ്യക്തിയുടെയും മമ്മൂട്ടിയും മോഹൻലാലിനെയും എടുത്ത് തന്നെ പറയുകയാണ്, വേറെ ഒന്നുമല്ല, അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ ജീവിതത്തിൽ പോലും പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചും അങ്ങനെയൊക്കെയാണ്. നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടി ഈ ഒരു 75 വയസ്സുകാരനും 66 വയസ്സുകാരനുമൊക്കെ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കുക. ബോഡി സെറ്റാക്കുകയും ഇന്ന് തിരുവനന്തപുരത്താണെങ്കിൽ നേരെ അടുത്ത ദിവസം അമേരിക്കയിൽ, അത് കഴിഞ്ഞാൽ ലണ്ടൻ, അല്ലെങ്കിൽ ഇങ്ങ് തിരിച്ച് പിന്നെ കൊച്ചി, കോഴിക്കോട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവരും മനുഷ്യരാണ്. അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് കാശ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ രീതിയിൽ തന്നെ അവർക്ക് കാശ് കിട്ടും. കാരണം ഒരു ദിവസത്തെ പ്രയത്നത്തിലൂടെ അല്ല, 50 വർഷത്തെ പ്രയത്നത്തിലൂടെയാണ് അവർ ഈ ഇന്നത് കിട്ടുന്ന എമൗണ്ട് നേടിയെടുക്കുന്നത് എന്ന് അറിയാം. എന്തായാലും ഇന്ന് ഈ ഒരു സംസ്ഥാന അവാർഡ് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, അത് മമ്മൂട്ടിയിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ്. ഒപ്പം ഒരു പക്ഷേ മോഹൻലാലിന് ആദ്യ നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിക്കാം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ജൂറി ലഭിക്കാം. ഇതിനുള്ള ചാൻസുകൾ കാണുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തിൽ ഏറ്റവും ആഗ്രഹവുമുള്ളത് അതിനാണ്, ആസിഫ് അലിക്കും ഒരു മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുമാത്രമല്ല മറക്കാതിരിക്കാനുള്ള കാര്യം, ഇത്രയും മുൻനിര താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രമേഹത്തിലെ ബാക്കി 2 പേരുകൊണ്ട് അവർക്ക് തീർച്ചയായും മികച്ച നടന്മാർക്കുള്ള അവാർഡ് ലഭിക്കണമെന്നുള്ളതാണ്. അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അവർക്ക്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കും വലിയ രീതിയിലുള്ള അവാർഡുകൾ വാരിക്കൂട്ടുമെന്നുള്ള പ്രതീക്ഷയുമാണ്. കാരണം അത്രത്തോളം മികച്ച രീതിയിൽ നമ്മളെ ഇഷ്ടപ്പെടുത്തിയ സിനിമ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു ബ്രോസ്.